നാടും നഗരവും പൂക്കളമിട്ട് കാത്തിരിക്കുന്ന ഈ ശുഭാവസരത്തിൽ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളിലേക്ക് സമൂഹം നേരിടുന്ന കാലികമായ വെല്ലുവിളികളിലേക്ക് ശില്പശാല റിനോവാൻഡ് 2006 ഗവൺമെന്റ് ഇതര സംഘടനകളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും പ്രാദേശിക വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന വിഷയം മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. തീരുമാനങ്ങളും ഗവൺമെന്റ് നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് തർക്കമറ്റ യാഥാർത്ഥ്യമാണ്. ഏതൊരു പ്രവൃത്തിയും അതിന്റെ പൂർണ്ണതയിലുള്ള വളരെ വിലപ്പെട്ട മാർഗനിർദ്ദേശം നൽകുകയും സാമൂഹ്യ സേവന വിദ്യാഭ്യാസം 4 ചുവരുകളിൽ ഒതുങ്ങേണ്ടതല്ലെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി FSW വിഭാഗത്തിന് സമൂഹത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ധൈര്യവും പ്രചോദനവും പ്രോത്സാഹനവും അതിന് മാതൃക നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പൽ ഗവർണർ RS ചാലങ്ങാടിയെ സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ക്ഷണിച്ചു കൊടുത്തു. ബഹുമാനായ ഉദ്ഘാടകൻ Advocate Jose Cattain, Addition Reverend Father Jose Cheto, Moderator Professor T.S.N. Pillai, Municipal Chairperson Srimati Lily Raju, Councillor Sri Agusti Kuti, Father Davis Kedakandana, ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാഹിത്യകാരൻ്റെ ഭാഷയിൽ ഒന്നും കൂട്ടിയാൽ ഉമ്മിണി വലിയ ഒന്നാണ്. മാത്തമാറ്റിക്സിന്റെ കാഴ്ചപ്പാടിൽ ഒന്നും രണ്ടാണ്. സാമൂഹ്യ പ്രവർത്തകന്റെ കാഴ്ചപ്പാടിൽ ഒന്നും മോർ ദാൻ 2 ആണ്. ഇതിനുള്ള ഒരു പരിശ്രമമാണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. NGOസും വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും, നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മെ പങ്കുവെക്കുവാനായി നമ്മൾക്ക് പങ്കുവെക്കമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ പകരം നിങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നന്ദി. വ്യത്യാസം ഇതിനെല്ലാം ഉപരിയായി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് വിജ്ഞാനത്തിൻ്റെ കുറവാണ്. ഒരു ലോക്കൽ ബോഡിയിലോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് എന്തുപോലുള്ളത് അധികാര സ്ഥാനത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാരൻ്റെ മനോഭാവം അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഒന്നുകിൽ അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. പണ്ടത്തെ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയത്തിനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ രാഷ്ട്രീയം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഭരിക്കുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നിയന്ത്രിക്കുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചും അറിയുന്ന ഒരു നേതൃത്വമാണ്. ഇന്നിപ്പോൾ അത് മാറ്റി മറിക്കപ്പെട്ടിരിക്കുക. കാലം നിങ്ങൾ ഔട്ട് മോഡലാവും. ഇപ്പോൾ ഈ കോർഡിനേഷൻ ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അതാണ്
അതിൻ്റെ അടിസ്ഥാനപരമായ വീക്ഷണത്തിൻ്റെ വ്യത്യാസവും ഗുണവും ദോഷവുമല്ല നാളെ നിങ്ങൾ പകരുന്ന രീതിയിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. ഫാദർ അലക്സ്, ബഹുമാന്യരായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലില്ലി രാജു, സുന്ദരമായ ഒരു ഭാരതത്തെക്കുറിച്ചുള്ള ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. മഹാനായ ടാഗോറൊക്കെ സ്വാതന്ത്ര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുൻപ് പാടിയിട്ടുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ വലിയ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് പിതാവേ എൻ്റെ ഈ രാജ്യം ഉണരട്ടെ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നമുക്കൊക്കെ പരിചിതമാണ്. എന്നാൽ ഇന്ന് ഈ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭാരതം എവിടെ എത്തി നിൽക്കുന്നു? എന്താണ് ഭാരതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആ സുന്ദര സ്വപ്നങ്ങളുടെയൊക്കെ ഇന്നത്തെ പരിണാമം? യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, പുരോഗതിയെക്കുറിച്ചുള്ള, നല്ല നല്ല സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് 70 കോടിയോളം വരുന്ന ഭാരതത്തിന്റെ ഗ്രാമങ്ങളിലാണ് ഗ്രാമസ്വരാജ് എന്നുള്ള സ്വപ്നം. അതിന്റെ ആ പുരോഗതിക്ക് അല്ലെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാനായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറെ ആക്കം വയ്ക്കുന്നതിന് തന്നെ വർഷങ്ങൾ എടുത്തു എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട വിധത്തിലുള്ള മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുവാനായിട്ട് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡികൾ പാവപ്പെട്ടവരുടെയും താണവരുടെയും ഒക്കെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഈ ഭരണത്തിലിരിക്കുന്നവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇൻട്രൊഡക്ഷൻ കുറിച്ച് പ്രതീക്ഷിച്ചില്ല. ഈ വർക്ക്ഷോപ്പിന്റെ പ്രമേയത്തെ കുറിച്ച് എല്ലാവരും തന്നെ ഇവിടെ സവിസ്താരം പറയുകയുണ്ടായി. അത് മുഴുവൻ ആവർത്തിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇതൊരു സെമിനാറല്ല, ആശയവിനിമയം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ആശയ ആവിഷ്കാരമാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് രാജ് 1996 അധികാര നിയന്ത്രണം നമ്മുടെ താഴെത്തട്ടിൽ കിട്ടിയിട്ട് 10 വർഷക്കാലം. 1-2 വർഷം നമ്മളത് വളരെയധികം സന്തോഷത്തോടെ പരിപാലിച്ചു. ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മുടെ മേലെ പറഞ്ഞു, പിന്നീട് അതിനോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു. ഇപ്പൊ MSW സാമൂഹികമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ടാണ് ഇന്നിവിടെ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സദോഷ ഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ NGOസും തമ്മിലുള്ള പങ്കാളിത്തം, ചിലവർ അതിനോട് താല്പര്യം കാണിക്കാറില്ല, എങ്ങനെയെങ്കിലും അവർക്ക് വീടെത്തിയാൽ മതിയെന്ന്. ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് NGOs ആണ്. ഏതായാലും ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ NGOസിൻ്റെയും സദോഷ ഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഈ പങ്കാളിത്ത വിഷയം അവതരിപ്പിക്കാൻ അവരുടെ മനസ്സ് കാണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അവർക്ക് നന്ദി പറയുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട
അധ്യക്ഷൻ ഫാദർ ജോസ് ചേക്കുലച്ച, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ജോസ് തെന്നിൽ അവരുടെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട NGO ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട പിള്ള സാറുമൊക്കെ വിശദീകരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എല്ലാ വിഷയങ്ങളിലേക്ക് ഇതൊന്നും നടക്കുന്നില്ല. ഈ ശില്പശാല ലക്ഷ്യമിട്ടിരിക്കുന്ന രീതിയിൽ ഈ വർഷാത്ത രീതിയിൽ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ചാലക്കുടി അവാർഡും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ശില്പശാലയിൽ അധ്യക്ഷത വഹിക്കുന്ന വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി ജനറലായ ബഹുമാനപ്പെട്ട ജോസ് ചേക്കുലച്ചൻ, ഈ ശില്പശാല ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അങ്കമാലി MLA അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അവരുടെ, തീം ഇൻട്രൊഡക്ഷൻ നടത്തിയ ഏറ്റവും സ്നേഹമുള്ള പ്രൊഫസർ PSN പിള്ള സാർ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഫാദർ അലക്സ് ചാലങ്ങാടി അവരുടെ, അങ്കമാലി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ലിലി രാജു അവരുടെ, വാർഡ് മെമ്പർ ശ്രീ ആഗസ്തിക്കുട്ടി അവരുടെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ സ്വദേശിയായ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും MPhil കരസ്ഥമാക്കിയ ശേഷം ബർമിംഗ്ഹാം സർവകലാശാലയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ പോളിസിയിൽ പ്രാദേശിക ആസൂത്രണത്തെക്കുറിച്ച് പഠനം നടത്തി. മഹാരാജാസ് കോളേജിലെ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽ തന്നെ സംയോജിച്ച് പ്രവർത്തിച്ചു വരികയാണ്. സഹവർത്തിത്വം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നതിന്റെ പ്രാരംഭ ചർച്ചകളിൽ തന്നെ എതിരഭിപ്രായമില്ലാതെ അംഗീകരിക്കപ്പെട്ട ഒരു നാമധേയമാണ് ബഹുമാനപ്പെട്ട രമാകാന്തൻ സാറിൻ്റേത്. ഈ വിഷയത്തെക്കുറിച്ച് അധികാരികമായി സംസാരിക്കുവാൻ രൂപപ്പെടുത്തേണ്ട വ്യത്യസ്ത വിഭാഗം ആളുകളുടെ ഒരു കൂട്ടായ്മയും നമ്മുടെ അന്വേഷണം പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിങ്ങളെക്കാളും വലിയ ധാരണകളും അല്ലെങ്കിൽ പ്രവർത്തന പരിചയമൊന്നും എനിക്കുമില്ല. ഇതൊരു കൂട്ടായ അന്വേഷണം. പക്ഷെ ഈ അന്വേഷണം വളരെ പ്രസക്തമാണ്. ഈ അന്വേഷണം വളരെ പ്രസക്തമാണ്. നാം ജീവിക്കുന്ന സമൂഹത്തെ എങ്ങനെ കൂടുതൽ ഡെമോക്രറ്റൈസ് ചെയ്യാം,
നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മുടെ പാർട്ണർഷിപ്പ് ബിൽഡിങ്ങിന്റെ ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യം, നാം ജീവിക്കുന്ന സമൂഹത്തെ ആദ്യം വളർന്നു വരേണ്ടത് പൊതു ലക്ഷ്യം. ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ടീം ബിൽഡിംഗ്, ഒരു പാർട്ണർഷിപ്പ് വളർന്നു വരൂ. ഈ ലക്ഷ്യം ഷെയർ ചെയ്യാൻ നമ്മൾ രണ്ട് വിഭാഗം ആളുകളും തയ്യാറാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ പാർട്ണർഷിപ്പിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കണം ഈ 3 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഹായകമായ ഒരു സ്ഥിതി ഇന്ന് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശാപരമായിട്ട്. ഈ പാർട്ണർഷിപ്പിനുള്ള സാധ്യത, പ്രവർത്തനത്തിനുള്ള സാധ്യത വളർന്നു വരും. ഏതാണ്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൂപ്പിൽ ഉള്ള അംഗങ്ങൾ ഇവിടെ പേര് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അച്ഛനിവിടെ ഒന്ന് ആസൂത്രണം എന്ന മേഖലയാണ്, ഇംപ്ലിമെന്റേഷനാണ് രണ്ടാമത്തെ മേഖല, മോണിറ്ററിംഗ്, വാല്യുവേഷൻ. ഇങ്ങനൊരു 4 ഇടത്തിൽ നമ്മുടെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ടെന്ന് ചിന്തിക്കാനായിട്ട് സബ് പോയിന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് ഈ മേഖലയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയായിരിക്കും, കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയായിരിക്കാം നമ്മൾ കണ്ടുമുട്ടുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഇതിനെ അതിജീവിക്കാനായിട്ട് ഉള്ള സ്ട്രാറ്റജീസ് എന്തായിരിക്കും, നമ്മുടെ തന്നെ കാഴ്ചപ്പാടുകളും അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് അത് അതിജീവിക്കാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഏതാണ്? വികസനം സാധ്യമാക്കുന്നതിന് സന്നദ്ധ വികസന സംഘടനകളുടെ സ്വന്തം പാർട്ട്നേഴ്സിന്റെ മുൻപിൽ അവരുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. അപ്പോൾ NGOs എന്നുള്ള നിലയിൽ നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയാണ്? ചില ഞാൻ കാലിക്കസ് കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു. SOS സ്റ്റുഡൻസ് അനാഥാലയ സ്ഥലമാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 1:10 സാർ പോയില്ല, 1:10. നടത്തിയ പ്രവർത്തികളുടെ മോണിറ്ററിംഗ് ഇവാലുവേഷൻ അപ്പോൾ നമ്മുടെ ടോപ്പിക് സ്കോപ്പ് ഓൺ പാർട്ട്ണർഷിപ്പ്. എങ്ങനെ വികസന പ്രവർത്തനങ്ങളിൽ സന്നദ്ധ വികസന സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പങ്കാളികളായി പ്രവർത്തിക്കാനുള്ള സാധ്യത എന്താണ് എന്നാണ് ടോപ്പിക്. അതിനകത്ത് നമ്മുടെ പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻസിനെ അതിജീവിക്കാൻ കഴിയും. ഈ 3 ഏരിയയിലാണ് നമ്മുടെ ഡിസ്കഷൻസ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ നമ്മുടെ ആസൂത്രണം, പ്ലാനിങ്ങിൽ എങ്ങനെ നമുക്ക് പങ്കാളികളായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് ആ വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായം എടുക്കാവുന്നത്. വാർഡ് ലെവലിലുള്ള സന്നദ്ധ സംഘടനകളെ ആദ്യം തന്നെ വാർഡ് ലെവൽ ആയിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് വരുത്തണം. ഇന്ന് വാർഡ് ലെവലിലുള്ള നമുക്കിപ്പോൾ ഒരു പ്രസന്റ് ചെയ്യാൻ ഒരാൾ ഇത് തന്നിരിക്കുന്ന വിഷയം ഇവിടെ പറഞ്ഞു തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഒത്തൊരുമിച്ച്
പ്രാദേശിക വികസനം സാധ്യമാവുന്നതിന് സന്നദ്ധ വികസന സംഘടനകൾക്ക് സ്വന്തമായുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ്? സമാധാനത്തിനുള്ള ശേഷി, റിസോഴ്സ് മോബിലൈസേഷൻ, പരിശീലനം നൽകൽ, ട്രെയിനിങ്, അവലോകന പഠനങ്ങൾ, ഡേ സ്റ്റഡീസ്, ജനകീയ സംഘാടനം, പീപ്പിൾ ഓർഗനൈസേഷൻ, സോഷ്യൽ യൂണിറ്റി, അക്കൗണ്ടബിലിറ്റി. അതിപ്പോൾ അരമണിക്കൂർന്ന് പറഞ്ഞാൽ നമുക്ക് അതിനാണെങ്കിൽ നമ്മുടെ നോഹോ മൊത്തത്തിലെന്ന് പറഞ്ഞ് താരം ഒരാൾ സെക്രട്ടറി ആയിട്ടൊന്ന് എഴുതാൻ പറ്റുന്ന ഒരാൾ രണ്ടുപേരും എഴുതി നന്നായിരിക്കുന്നു. കാര്യം ഒരാൾ എഴുതാം. ചർച്ച പറഞ്ഞാൽ എനിക്ക് തന്നെ നോഹോ നമ്മുടെ കയ്യിലുള്ള NGOസിൻ്റെ കയ്യിലുള്ള എല്ലാ NGOസിലും ഞാനിപ്പോൾ ഒരുപാട് NGOസിൻ്റെ നല്ല പേരും ആ പ്രദേശത്തും ബ്രാഞ്ചുകളും ഒക്കെ ഉള്ള NGOസാണ്. നല്ല നോഹോ വാർഡിൻ്റെ പിതാവാണ്. നമുക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി പേരും അതിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകത പങ്കെടുക്കണം. അറിവ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് ആ തന്നെ മിക്കവാറും ഇല്ല. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഏറ്റവും താഴെ കിടന്നവർ അവർക്ക് അവർ മിക്കവാറും ചിന്തിക്കുക എനിക്കത് കഴിവുണ്ടോ, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, അങ്ങനെ ഒന്നുമായിട്ട് ചോദിക്കാൻ. അതായത് ചോദ്യം ഇതാണ്, സംഘടനകൾക്ക് സ്വന്തമായുള്ള വിഭവശേഷി എന്തൊക്കെയാണ്? നമ്മുടെ സംഘടനകൾക്ക്, അതായത് NGOസിന് നമ്മൾ PRIയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ക്യാപിറ്റൽ എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സംബന്ധിച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ ഉപരിയായിട്ട് വാട്ട് യു ആർ ഇൻ ദ കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഐഡന്റിറ്റി ഒരു NGO എന്നുള്ള നിലയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. This is the real question, and what you have is what you have secondary identity, but what you are really, that's what the വിഗ്രഹത്തോടെ വാർഡിലെ എല്ലാവരെയും അഭിനയിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ കൂടുതൽ പേർ പങ്കെടുത്താലും അവിടെ ആശയം വയ്ക്കാൻ സാധിക്കും. അത് കൊളാബറേഷൻ തലത്തിലുള്ളതാണ്. കൊളാബറേഷൻ തലത്തിലാണ് നമ്മുടെ കപ്പാസിറ്റി ജനങ്ങളെ ശക്തിപ്പെടുത്തുക. ജനങ്ങളെ ശക്തിപ്പെടുത്തുക, കപ്പാസിറ്റി ബിൽഡിംഗ്, പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ തെറ്റ് കാണിച്ചു കൊടുക്കാനും പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഒക്കെ ആയിട്ട് ശരിക്കും ഞങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെയും പിന്നോട്ട് നമ്മുടെ റോളാണ്. എക്സർസൈസ് ചെയ്യാൻ നിങ്ങളിലുള്ള എന്താണ് ക്യാപ്റ്റൻ? ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ. Whether you have got some kind of materials with you that you can use in your community. ഇപ്പോഴേ വ്യവസായങ്ങളുടെ സംവിധാനങ്ങൾ ഈ ചെറിയ ഗ്രൂപ്പുകളിൽ നമ്മൾ പോയിട്ട് അവരെ പരിശീലിപ്പിക്കുക.
പേരാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ അതായത് പങ്കാളിത്തത്തിൻ്റെ സാധ്യതകൾ, അതിനകത്ത് ചേഞ്ചിങ് റോൾസ് ഓഫ് NGO എന്നുള്ള നിലയിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിനകത്ത് പ്ലാനിങ്ങിനകത്തും ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ഈ 3 തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിന് പങ്കാളിത്തത്തിനകത്ത് ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രധാനമായിട്ടും ചർച്ച ചെയ്ത കാര്യങ്ങൾ താഴെ പറയുകയാണ്. ഒന്ന്, ഗ്രാമസഭ, പഞ്ചായത്തിലെ മറ്റ് ജനകീയ സംവിധാനങ്ങളിലും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് NGOസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ, അതായത് SHG പോലുള്ള സംഘടനാ സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഗ്രാമസഭകളിലും അതായത് പഞ്ചായത്തിലെ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലും നമ്മുടെ മാക്സിമം നമ്മുടെ ഹ്യൂമൻ പവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രാമസഭയിലെ പങ്കാളിത്തം ഈ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ നമ്മുടെ ഓഫറിങ്സ് കൊടുക്കാം. അതുപോലെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് പോലെയുള്ള സാങ്കേതിക കാര്യങ്ങളിൽ പരമാവധി NGOസിൻ്റെ എക്സ്പെർട്ടീസ് പരമാവധി പഞ്ചായത്തുകൾക്ക് ലഭ്യമാക്കുക. അതുപോലെ വികസന രേഖയുടെ അപ്ഡേഷൻ, പഞ്ചായത്തിൻ്റെ പ്ലാനിങ്ങിൽ മറ്റാവശ്യമുള്ള ഡേറ്റാബേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ള ബേസ് ലൈൻ സ്റ്റഡീസ് പരമാവധി ഏറ്റെടുത്ത് നടത്താൻ NGOസിന് സാധിക്കും. അതുപോലെ ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള മെക്കാനിസം, അതുപോലെയുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ NGOസിന് സാധ്യതകൾ, അനന്തമായ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് ദുർബല വിഭാഗങ്ങൾ പുനരധിവാസം പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക, അത് പഞ്ചായത്തിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ ആ വൾനറബിൾ സെക്ഷൻസിൻ്റെ റിഹാബിലിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് NGOസിന് സാധിക്കും. അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗം, ആരോഗ്യം, കാർഷിക രംഗം തുടങ്ങിയ മേഖലകളിൽ തൊഴിൽദാന പദ്ധതികൾ നടപ്പാക്കുകയും അതുപോലെ പഞ്ചായത്തിൻ്റെ പ്ലാനിങ്ങിന് ആവശ്യമായി ഈ മേഖലയിൽ പഞ്ചായത്തിൻ്റെ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ടീസ് നൽകുകയും ചെയ്യുക. വിവിധ മേഖലകളിൽ NGOസ് നടത്തിയിട്ടുള്ള അവരുടെ പഠനങ്ങളുടെ പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പഠന വിശദാംശങ്ങൾ പഞ്ചായത്തുകൾക്ക് ലഭ്യമാക്കുക. പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ പലപ്പോഴും ഇന്ന് ആവശ്യമായുള്ള എക്സ്പെർട്സ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ NGOസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുക. അത് പഞ്ചായത്തിൻ്റെ ക്ഷണപ്രകാരം ആവാം, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് അത് വർക്കിംഗ് ഗ്രൂപ്പ് അംഗം എന്നുള്ള നിലയിലോ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പ്രത്യേക ക്ഷണിതാവ് എന്നുള്ള നിലയിലോ പങ്കെടുക്കുക. പിന്നെ പഞ്ചായത്തുമായിട്ടുള്ള ഔപചാരിക ബന്ധങ്ങളുടെ പുതിയ തലങ്ങൾ കണ്ടെത്തുക. ഇതെല്ലാമാണ് NGOസിൻ്റെ ചേഞ്ചിങ് റോൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. മറ്റെങ്കിലും പഞ്ചായത്തിൽ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് പലപ്പോഴും NGOസിന് ആവശ്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനോ പങ്കാളിത്തമോ ലഭിക്കാറില്ല. പിന്നെ സന്നദ്ധ സംഘടനകളുടെ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പഞ്ചായത്ത് വഴിയല്ല നടക്കുന്നതെന്നുള്ളൊരു, അത് സുതാര്യമായിട്ടല്ല നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ NGOസിൻ്റെ സഹായം ഒരു ഫേവറബിളായിട്ട് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പുതിയ സംവിധാനങ്ങളില്ല. വിവരാവകാശ നിയമം ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ വിവരാവകാശത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ള ആവശ്യമായിട്ടുള്ളൊരു സംവിധാനമില്ല. പിന്നെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു സോഷ്യൽ വർക്കർ അതുപോലെയുള്ള ഒരു വ്യക്തി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ആ ഒരു തരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. അതിനൊപ്പം തന്നെ അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനുള്ള സ്ട്രാറ്റജീസ് എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിലാണ്. ഒന്ന്, വിവരാവകാശത്തെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ചർച്ചകൾ വ്യാപകമായി സംഘടിപ്പിക്കുക, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതുവഴി ജനങ്ങൾക്ക് കൂടി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ ജനപങ്കാളിത്തത്തോടെ പരമാവധി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സോഷ്യൽ ഓഡിറ്റിംഗ് വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ പരാതി പരിഹാര സംവിധാനങ്ങൾ, അത് പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അഴിമതി സംബന്ധിച്ചുള്ള പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് താഴെ തലങ്ങളിൽ വെച്ച് അവസാനിപ്പിക്കാതെ അതായത് ഓംബുഡ്സ്മാനോ ട്രൈബ്യൂണലോ പോലെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള അത് ഒരു സാധ്യതയായിട്ട് പ്രയോജനപ്പെടുത്താം, ഒരു കറക്റ്റീവ് മെക്കാനിസം എന്നുള്ള നിലയിൽ പ്രയോജനപ്പെടുത്താം. പിന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ സുതാര്യമാക്കാം, അതിനകത്ത് കൂടി ജനപ്രതിനിധികളുടെ പങ്കാളിത്തം ഏത് രീതിയിൽ പ്ലാനിങ് മുതലുള്ള കാര്യങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാം. പിന്നെ ഒരു എക്സ്പെർട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ NGOസിൻ്റെ സഹായം പഞ്ചായത്തുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ഈ രീതിയിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ചർച്ച നടന്നത്. സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏരിയാസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഞങ്ങൾ കൺസെപ്റ്റ് പേപ്പറിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വി ഡിസ്കസ് ദി ഇഷ്യൂസ് ആൻഡ് വി ഫോർമുലേറ്റഡ് കൺസെപ്റ്റ് പേപ്പർ. അപ്പം എന്ത് സംഗതി ചെയ്യുന്നതിന് ഒരു പർപ്പസ് വേണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ്
തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ഒരു സോഷ്യൽ ചേഞ്ച് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഈ സോഷ്യൽ ചേഞ്ച് എൻവിസേജ് ചെയ്യുന്നത് ആ നാട്ടിലുള്ള ആളുകളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ബാധ്യത പ്രകാരം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വഴി ചില സോഷ്യൽ ചേഞ്ച് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ളത്, എസ്പെഷ്യലി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിൻ്റെ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. അതിൽ ഞങ്ങൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോക്കസ് കൊടുത്തിരിക്കുന്ന പ്ലാനിങ്. കാരണം ഈ പ്ലാനിങ് ഷുഡ് ബി ഡൺ ഫോർ ഒരു ചില ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ കപ്പാസിറ്റി, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ഉള്ള കമ്മ്യൂണിറ്റിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ലൈക്ക് ചിലപ്പം IEC ആയിരിക്കും, അല്ലെങ്കിൽ PRA ആയിരിക്കും, അങ്ങനെയുള്ള ചില ഡിഫറെൻറ്റ് മെത്തഡോളജീസ് ഉപയോഗിക്കും. അപ്പോൾ ഒന്നാമത്തെ പ്ലാനിങ് ആളുകൾ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് ഈസ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു മിനിമം ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റും മിനിമം ലെവൽ ഓഫ് ഇൻകവും എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ പ്ലാനിങ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി ആൻഡ് കണക്ടിവിറ്റി. പിന്നെ ഒന്ന് പ്ലാനിങ് ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിൽ ഉൾപ്പെടുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ലൈക്ക് SC ആൻഡ് ST, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സീനിയർ സിറ്റിസൺസ്, ചിൽഡ്രൻ, ഡിസേബിൾഡ് പീപ്പിൾ എക്സെട്ര. പിന്നെ ഒന്ന് പ്ലാനിങ് ഫോർ എൻഷുറിങ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും ഏരിയാസിലാണ് നമുക്ക് പ്ലാനിങ് വളരെ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇത് എങ്ങനെ കൺസെപ്റ്റലൈസ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിംഗ് ഒക്കെ. അപ്പോൾ ഈ പ്ലാനിങ് പ്രോസസ്സിൽ തന്നെ അതിനുള്ള ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിങ്ങിനും ഇവാലുവേഷനും ഉള്ള ഒരു മൊഡാലിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മോണിറ്ററിങ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും NGOsന് അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ചർച്ചയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ വർഷത്തെയും പഞ്ചായത്തിൻ്റെ സാധാരണ രീതിയിലുള്ള അതിൻ്റെ പുനഃസംഘടന, അതിൻ്റെ പദ്ധതി ആസൂത്രണം ആരംഭിക്കുന്നത് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പുനഃസംഘടനയോടാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായിട്ട് വരേണ്ടത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന മാതിരിയുള്ള ഒരു കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന 1-2 NGOs ചിലപ്പോൾ കാണും. അപ്പോൾ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ആ പഞ്ചായത്തിൻ്റെ ജുറിസ്ഡിക്ഷണൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന NGOസും പഞ്ചായത്ത് അതോറിറ്റീസുമായിട്ട്, പഞ്ചായത്ത് അതോറിറ്റി പിന്നെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ റോൾ വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള ഇൻ്റഗ്രേഷൻ വേണം. അതിൻ്റെ ഫോക്കസിൽ വരേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ഈ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തുന്നതിന് എക്സ്പ്ലോറിങ് ഏരിയാസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇങ്ങനൊരു കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ ഏരിയാസിലാണ് അവരുടെ ഈ വർഷത്തെ പ്രയോറിറ്റീസ്, NGOsന് എല്ലാ വർഷവും ചിലപ്പോൾ ചില പ്രയോറിറ്റീസ് അവർ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഇന്ന ഏരിയയിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും ആ രീതിയിൽ. ഇപ്പോൾ പഞ്ചായത്തിന് ഗവൺമെൻറ് ഗൈഡൻസനുസരിച്ച് ഇന്ന ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തമ്മിൽ ഒരു നെഗോസിയേഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചില ഏരിയാസ് ഓഫ് കോപ്പറേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഈ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് എല്ലാ വർക്കിംഗ് ഗ്രൂപ്പിനകത്തും NGOsൻ്റെ ഓരോ പ്രതിനിധികൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്ലാനിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരു പെർഫോമൻസ് റിവ്യൂ നടത്തുന്നത് വളരെ അത്യാവശ്യമാണ്. സംതിങ് ലൈക്ക് സ്റ്റാറ്റസ് അനാലിസിസ്. അപ്പോൾ പ്രീവിയസ് പെർഫോമൻസ് നടത്തി എന്തെല്ലാം സ്പിൽ ഓവർ പ്രോജക്ട്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെഞ്ച് മാർക്കിംഗ് നടത്താം. ഒരു നമ്മുടെ PRA, PLA അങ്ങനെയുള്ള NGOsന് സ്വായത്തമായിട്ടുള്ള മെത്തഡോളജീസ് ഉപയോഗിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി പ്രിഫറൻസ് അസസ്മെൻറ്റ് നടത്താം. അങ്ങനെ അസസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സംഗതി നടത്തുമ്പോഴാണ് ശരിക്കും ബോട്ടം അപ്പ് പ്ലാനിങ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗവൺമെൻറ് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ LSTയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒരു ആൻറ്റി പോവർട്ടി സപ്ലാൻ രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ മൊഡാലിറ്റി തന്നെ ഫിക്സ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രിഫറൻസ് അസസ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡാറ്റാബേസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ പ്രൊജക്റ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും 991 സെൻസസ് വെച്ചിട്ടുള്ള പോപ്പുലേഷൻ സംഗതിയാണ് കാണുന്നത്. സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡാറ്റാബേസ് ആ പഞ്ചായത്തിൽ ആളുകളെ പറ്റിയുള്ള ഡാറ്റാബേസ് പഞ്ചായത്തിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം. അപ്പം അതിനെ ഒന്ന് കളയാനായിട്ട് ഈ പ്രൊജക്റ്റൈസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും NGOsൻ്റെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റ്. പഞ്ചായത്ത് 35,000 രൂപ ജനറൽ ആൾക്കാർ കൊടുക്കും. 30,000 രൂപ വെച്ചിട്ട് എന്തായാലും ഒരു വീട് പണിയാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. ഇപ്പോൾ NGOsൻ്റെ ഹൗസിംഗ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 35,000 NGOsൻ്റെ ഒരു 20,000 കൂടി കൺവേർട്ട് ചെയ്തുകൂടാ? ഇവിടെ നമുക്ക് വേണ്ടത് ഈ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് വേണ്ടത് ഒരു കൺവേർജൻ്റ് കമ്മ്യൂണിറ്റി ആക്ഷനാണ്. എവിടെയെല്ലാം റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് വേണ്ടത്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റൈസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ മെക്കാനിസംസ് ഇതിനകത്ത് ഈ പ്ലാനിംഗ് പ്രോസസ്സിനകത്ത് തന്നെ ഡിസൈൻ ചെയ്യേണ്ടത്.
അപ്പോൾ കൃത്യമായിട്ട് റോഡ് നേരത്തെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ള പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാനിങ്ങിൽ തന്നെ പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിന് സന്നദ്ധ വികസന സംഘടനകൾക്ക് സ്വന്തമായുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രാദേശിക പരിജ്ഞാനം. പ്രാദേശിക പരിജ്ഞാനം എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് കപ്പാസിറ്റി, ടെക്നോളജിക്കൽ കപ്പാസിറ്റി അങ്ങനെ തുടങ്ങിയ ഇതുവഴിയൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിവ് കൊടുക്കാൻ പറ്റും. ജനങ്ങളെ അവർ റിസോഴ്സിനെ എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് മാനവശേഷിയിൽ നമ്മുടെ മാൻ പവറാണ് കാണിക്കുന്നത്. അതിൽ പീപ്പിൾസിന് ട്രെയിനിങ് കൊടുക്കുന്നു. പീപ്പിൾസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് നമ്മൾ ആദ്യം ട്രെയിനിങ് എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു. പിന്നെ അടുത്തെന്ന് പറയുന്നത് പ്രാദേശിക വിഭവ സമാഹരണത്തിനുള്ള ശേഷി, റിസോഴ്സ് മൊബിലൈസേഷനിലൂടെ ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷനും കപ്പാസിറ്റി മൊബിലൈസേഷനൊക്കെ സംഘടനകൾക്ക് നമുക്ക് റിസോഴ്സ് വിഭവങ്ങളായി കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ പരിശീലനം നൽകുക, ട്രെയിനിങ്ങിലൂടെ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ്ങിലൂടെ പീപ്പിൾസിന് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതിനൊക്കെ പറ്റുന്നു. പിന്നെ ബേസിക് സ്റ്റഡീസ്, പ്രൊഫഷണൽ സ്റ്റഡീസിലൂടെ തന്നെ നമ്മൾ സ്റ്റഡി നടത്തി സൊസൈറ്റിക്ക് എന്തൊക്കെ വേണമെന്നും സൊസൈറ്റിയുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിലൂടെ കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ അടുത്താണ് സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ ഒരു സൊസൈറ്റിയുടെ എന്തൊക്കെ വരുമാനങ്ങളുണ്ടെന്നും എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ NGOസിൻ്റെ സംഘടന പറയാൻ സാധിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഡിഫക്ട്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയുടെ കുറവും അക്കൗണ്ട് ട്രാൻസ്പെറൻസിൻ്റെ കുറവൊക്കെയാണ്. കുറവും ഈ NGOസിൻ്റെ സംഘടനയിൽ കുറവായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത്. പ്രാദേശിക വിജ്ഞാനം, മാനവശേഷി, പ്രാദേശിക വിഭവ സമാഹരണത്തിനുള്ള ശേഷി, പരിശീലനം നൽകൽ, അവലോകന പഠനങ്ങൾ, ജനകീയ സംഘാടനം, സോഷ്യൽ ഓഡിറ്റിംഗ് ഇതൊക്കെയാണ്. ഏകദേശം 20 വിവിധ സംഘടനകളിൽ നിന്ന് എത്തിയ 20ഓളം പേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ആദ്യമായി ഞങ്ങളുടെ ചർച്ചയിൽ വന്ന കാര്യം പ്രാദേശിക പരിജ്ഞാനം എന്നുള്ളതാണ്. പ്രാദേശിക പരിജ്ഞാനം എന്ന് പറയുമ്പോൾ വിവിധ NGOകൾ, ഓരോ NGOയും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആ ലക്ഷ്യങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് അവരുടെ ആ സ്ഥാപനം നിലനിൽക്കുന്ന ആ ചുറ്റുപാടിൻ്റെ പരിജ്ഞാനം വളരെ അത്യന്താപേക്ഷിതമാണ്. എന്താണ് നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന പരിധി എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കൊടുക്കാൻ കഴിയൂ. ആ വ്യക്തമായ ജ്ഞാനത്തിൽ അറിവിൽ കൂടെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ ലക്ഷ്യങ്ങൾ കൂടെയാണ് നമുക്ക് എന്താണ് സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സാക്ഷാത്കാരം നടക്കുകയുള്ളൂ. അപ്പോൾ പ്രാദേശിക പരിജ്ഞാനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഏരിയ സ്റ്റഡി. ഏതൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏരിയ സ്റ്റഡി വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് പറഞ്ഞത് മാനവശേഷി. നമുക്കറിയാം ഏത് സ്ഥാപനമായാലും നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മാനവശേഷിയാണല്ലോ. ഈ മാൻ പവർ നമ്മൾ കണ്ടെത്തണം. അതിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ മാൻ പവറാണ്. ഓരോ മേഖലയിലും അത് കണ്ടെത്തി വിവിധങ്ങളായ രീതിയിൽ അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം. അതായത് മാൻ പവർ വോളണ്ടിയേഴ്സ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. 3, പ്രാദേശിക വിഭവ സമാഹരണത്തിനുള്ള ശേഷി, റിസോഴ്സ് മൊബിലൈസേഷൻ. റിസോഴ്സ് എന്ന് പറയാൻ ഈ മാൻ പവർ ഉൾപ്പെടെ അതിൻ്റെ പണം ഒരു പ്രധാന ഘടകമാണ്. ഏത് സ്ഥാപനത്തിനും പണം, ഇപ്പോൾ NGOസിനാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് പറയുന്നത്, ഞങ്ങൾ ചർച്ചയിൽ പറഞ്ഞത്. ഈ പണം വേണ്ട വിനിയോഗിക്കുക എന്നുള്ളത് ഈ പ്ലാനിങ്ങിൻ്റെ ഒരു ഘടകം. ഈ പ്ലാനിങ്ങിലൂടെയാണ് നമുക്ക് എങ്ങനെ ഈ
പണം വിനിയോഗിക്കുക. അതിന് എക്സ്പേർട്സ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ NGOകളുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ഈ NGOകളെ കുറിച്ച് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് വേണ്ടത്ര അറിവില്ല. അപ്പം എന്താ അതിന് പരിഹാരം എന്ന് വെച്ചാൽ, ഇതിനൊരു വ്യക്തമായൊരു ഡയറക്ടറി പ്രസിദ്ധീകരിക്കുക. അത് ഉള്ള ഡയറക്ടറി ഇപ്പോൾ പല സ്ഥലത്തുണ്ട് എങ്കിൽ പോലും അത് അപ്ഡേറ്റ് അല്ല. അത് വ്യക്തമായ രീതിയിൽ ചിട്ടയോടുകൂടി ഉണ്ടാക്കിയതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുക, എല്ലാവർക്കും അറിയാൻ വഴിയൊരുക്കുക. ഈ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പഞ്ചായത്തിനായാലും ആളുകൾക്ക് വ്യക്തമായ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് വ്യക്തമായ അറിവില്ല. ഈ ഡയറക്ടറിയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഡയറക്ടറിയെ ബേസ് ചെയ്തിട്ട് അവരെ അറിയിക്കാനും ഈ NGOകളെ ഇങ്ങോട്ട് ആകർഷിക്കാനും, അതായത് സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് ആകർഷിക്കാനും അതിലൂടെ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയും. അപ്പോൾ അതിനൊരു ഡയറക്ടറി വേണമെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ്. അത് എന്ത് സ്ഥാപനം അല്ല എന്ത് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്താലും അതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ 100% അതങ്ങോട്ട് നന്നായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ തെറ്റുകളും കാര്യങ്ങളും നമ്മൾ അതൊരു ഇവാലുവേഷൻ നടത്തണം. ഏത് സ്ഥാപനമായാലും നമ്മൾ എന്തൊക്കെ ചെയ്തു, ആ ലക്ഷ്യങ്ങൾ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നീട് പറയാനുള്ള ജനകീയ സംഘാടനം, പീപ്പിൾ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ മാൻ പവർ തന്നെ വ്യക്തമായ രീതിയിൽ സംഘടിപ്പിക്കുക, ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ എന്തും, അതായത് ജനങ്ങളാണല്ലോ ശക്തി. ഈ ജനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും വേണ്ടത്ര രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ജനകീയ സംഘാടനം. അവസാനം പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിംഗ്, അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സോഷ്യൽ ഓഡിറ്റിങ് എല്ലാവർക്കും ഒരു സെൽഫ് ഇവാലുവേഷൻ NGOന് വേണം. അതും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ്. സംഘടനയ്ക്ക് വേണ്ടി അല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി അനൂപ് AP, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, കാലടി. താങ്ക്സ്. സംഘടനകളെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ കിട്ടിക്കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നമ്മുടെ സംഘടനയിൽ പ്രധാനമായിട്ട് സാഫി എന്നുള്ള ഡയറക്ടർ അച്ഛനായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ. SOSൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കാസ്പിൻ ഉണ്ടായിരുന്നു, ഒരു വാർഡ് മെമ്പറായിട്ട് വാഴ പഞ്ചായത്തുകളിൽ സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ വളണ്ടിയേഴ്സിനെയും രാജഗിരി കോളേജ് സ്റ്റുഡൻസ് അതുപോലെ ആ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളെല്ലാം ട്രെയിൻ ചെയ്തിട്ടാണ് ഈ സർവേ നടത്തുന്നത്. സർവേ നടത്തുന്നതിന് മുമ്പ് നമ്മൾ പല കാസ്പിൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഘടനയിൽ മാത്രമല്ല, അവിടെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇപ്പോൾ ആൽബർട്ടുണ്ട്, എല്ലാവരെയും ഫാക്കൽറ്റി മെമ്പേഴ്സിനെ, സ്റ്റുഡൻസിനെ, ഇപ്പോൾ സീതാരാമൻ സാറുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ അക്കൗണ്ട് 4 പഞ്ചായത്ത്, പെരുമാട്ടി, വരവൂർ, മുത്തേടം, ചേന്നാമല പഞ്ചായത്ത്, ഇപ്പോൾ അവിടെ ഒരു റൂറൽ ക്യാമ്പ് നടക്കുന്നു. ഈ സ്റ്റുഡൻസിനെ തന്നെ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാക്കണം. അതായത് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് മാനവശേഷിക്ക് അത് തന്നെ പറയാവുന്നതാണ്. പ്രാദേശിക വിഭവ സമാധാനത്തിനുള്ള ശേഷി എന്ന് പറയുമ്പോൾ പല രീതി ചെയ്യുന്നുണ്ട്. സ്കൂൾ തലത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പദ്ധതിൻ്റെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അത് ആദ്യമൊക്കെ ആളുകൾ തരാൻ പഠിച്ചിരുന്നു, ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊരു ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചുള്ള HDFC, ഹഡ്കോ, ഹൗസിംഗ് ബോർഡ് ഇവിടെ സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യമായിട്ട് 99 മോഡൽ വില്ലേജ് സ്കീം ചെയ്ത് പരിചയമുണ്ട് ഞങ്ങൾക്ക്. അതിനുശേഷം മറ്റുള്ള പഞ്ചായത്തായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നു. കൂടൂർ പഞ്ചായത്ത് ഒരു അവാർഡ് കിട്ടിയ പഞ്ചായത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. അവിടെ നല്ലൊരു സോഷ്യൽ എക്കണോമിക് സർവേ നടത്താൻ അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ച ഇതുണ്ട്. പരിശീലനം നൽകലിലും പല രീതിയിലുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ ചൈൽഡ് റൈറ്റ്സ്, അങ്ങനെ പല മേഖലകളിൽ പരിശീലനം ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച കാര്യമാണ്. NGO ഒക്കെ ഓരോ എന്ത് ചെയ്യുന്ന ആർക്കറിയില്ല. ഇപ്പം നിങ്ങളിവിടെ പലരും പല കാര്യം ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു വ്യക്തമായ ചിത്രം ഒറ്റ പഞ്ചായത്തുകളിൽ കിട്ടുന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു ലാംഗ്വേജുകൾ വളരെ കഠിനമാണ്. ഒരു ഉദാഹരണം പറയുന്നത് തന്നെ ഇന്ന് പല ലാംഗ്വേജുകളും സാധാരണക്കാരനായ വാർഡർമാർക്ക് ഒന്നും മനസ്സിലാവുന്ന ലാംഗ്വേജുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുന്ന് വിട്ട നോട്ടീസ് തന്നെ, ഈ നോട്ടീസ് വായിച്ചു കഴിഞ്ഞിട്ട്
ഇത് വായിച്ചു കഴിഞ്ഞാൽ പലർക്കും മരം തോന്നില്ല. കാരണം എൻ്റെ പ്രത്യേകിച്ച് അപ്പോൾ നമ്മളിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു സംഘടന വഴി നടത്താവുന്ന എന്തൊക്കെ കാര്യം നടത്താൻ സാധിക്കും, അതിന് വ്യക്തമായ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ മറ്റു പഞ്ചായത്തിൽ വരും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ അവാർഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം എല്ലാ പഞ്ചായത്തും ഏറ്റെടുക്കുകയും നിങ്ങളുടെ സേവനത്തെ അനുഷ്ഠിക്കുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞത് NGO പല പഠനം നടത്തിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതൊന്ന് പബ്ലിഷ് ചെയ്താൽ അത് വായിച്ചു കഴിഞ്ഞാൽ സാധാ ലാംഗ്വേജ്, ഞാൻ പ്രത്യേകം പറഞ്ഞത് സാധാ ലാംഗ്വേജ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജൊക്കെ സാധാ ലാംഗ്വേജ്, നിങ്ങൾ പറയുന്ന ലാംഗ്വേജൊക്കെ സാധാ ലാംഗ്വേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങളുടെ പഞ്ചായത്തിന് വനിതാ ശിശു വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇതാണ് അഭിപ്രായം. ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു, പലരും പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായത്തിലുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ചർച്ചയായിരുന്നു. സമയം മുതിർന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഭാഷയുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇതുപോലൊരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ അല്പം ഒരു സിദ്ധാന്തപരമായിട്ട് കൂടി നോക്കുന്നുണ്ട്. അതിനെല്ലാം മലയാളം കണ്ടെത്തണം. ഒരു കോൺസെപ്റ്റ് പേപ്പർ വേണം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അതിന് തീരുകയാണ്. പക്ഷെ അതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയെന്ന് വെച്ചാൽ ഒത്തിരി സമയമെടുക്കും. എൻ്റെ ഒരു സങ്കല്പനം എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. അങ്ങനെയുള്ള ഭാഷയുടെ പല പ്രയാസങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ തന്നെ ബെഞ്ച് മാർക്കിങ്ങിൻ്റെ കാര്യം അതുണ്ടായി. എന്താണ് ഈ ബെഞ്ച് മാർക്കിങ് എന്നൊക്കെ വിശദമായിട്ട് ഇതുപോലൊരു സെമിനാറിൽ അതിനൊന്നും മലയാളം പറയാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഭാഷാ പണ്ഡിതന്മാരും ഒക്കെ മുൻകൈ എടുക്കണം. കോളേജിൽ തന്നെ മുൻകൈ എടുക്കാവുന്നതാണ്. വളരെ സാങ്കേതികമായിട്ടുള്ള വാക്കുകൾ മലയാളത്തിൽ എങ്ങനെയത് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ചെയ്യേണ്ട വളരെ നല്ല കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഷയിൽ തന്നെയാണ് ഈ സംവാദം നടക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഓഫ് കമ്മ്യൂണിറ്റി നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഒക്കെ നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ബഡ്ജറ്ററി വകുപ്പില്ല. പഞ്ചായത്തിൽ നിന്ന് പൈസ തരാൻ സാധിക്കില്ല. അക്കൗണ്ടന്റ് ജനറൽ തിരക്കി പിടിക്കും. അതുപോലെ തന്നെ ഇവാലുവേഷൻസ് പല NGOസും വളരെ ദരിദ്രമാണ് വാസ്തവത്തിൽ. ഈ ഫോറിൻ ഫണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോജക്റ്റ് ബേസ്ഡ് ഫണ്ട്സാണ്. അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ മാത്രം, അതിലേക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ള പണമാണ്. അപ്പോൾ പല ഫോറിൻ ഏജൻസീസ് പറയുന്നത് ഒരു 10 to 15% അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ ചില വകുപ്പുകൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യാം എന്നുള്ളതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും ആ ഫണ്ട് ചെലവഴിക്കുന്നതിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളുണ്ട്. അതെല്ലാം ഒരു പ്രത്യേക പർപ്പസിന് വരുന്ന പ്രോഗ്രാം ബേസ്ഡ് ഫണ്ട്സാണ്. ആ പ്രോഗ്രാം നടപ്പിലാക്കുക. ഇപ്പോൾ തപാസിൻ്റെ പണം എടുക്കുകയാണെങ്കിൽ, സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ പണം എടുക്കുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ പർപ്പസിന്, ഒരു പ്രോഗ്രാമിന് അതിനൊരു ടാർഗറ്റ് ഗ്രൂപ്പുണ്ട്. അതിന് ക്വാളിറ്റേറ്റീവ് ടാർഗറ്റ്സ്, ടൈം ഫ്രെയിം, അതിൻ്റെ ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ ഫണ്ട്സിന് ഗവൺമെൻറ് ഏജൻസീസിനെയും ഫോറിൻ ഫണ്ടിങ് ഏജൻസിയെയും ടോട്ടലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു NGOയ്ക്ക് സത്യം പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുമായിട്ട് സഹകരിക്കാനുള്ള അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഐറ്റംസും പാറ്റേണും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ബഡ്ജറ്റിങ്ങും
അതിൻ്റെ അപ്രൂവലും ഓഡിറ്റിങ്ങും ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിന് ഫണ്ട്സ് പകർന്നു തരാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നിന്നും സ്വന്തമായിട്ട് ഫണ്ട്സ് എടുക്കാൻ NGOയ്ക്ക് കഴിയുന്നുണ്ടോ? അതും സംശയമാണ്. അപ്പോൾ എന്താ ഈ ഒരു പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ സ്വന്തമായിട്ട് ലോക്കലായിട്ട് വിഭവ സമാഹരണം നടത്തി ഒരു കോർ ഫണ്ട് ഇഷ്ടംപോലെ നിലവാക്കാൻ അത്തരത്തിലൊരു സമാഹരണം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ NGOയ്ക്കും പിന്നെ പഞ്ചായത്ത് ആയിട്ടുള്ള ഒരു സഹകരണം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫണ്ട്സിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രശ്നത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നിവിടെ പറഞ്ഞത് ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷൻ. സത്യം പറഞ്ഞാൽ എത്ര NGO ഉണ്ട് ലോക്കലായിട്ട് ഫണ്ട്? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പവർ ക്യൂബൽ ഫൗണ്ടേഷൻ പോലുള്ള അവർ തന്നെ 30 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ ഒരു 20% NGO കയ്യിൽ നിന്നിടണമെന്നാണ്. പക്ഷേ അതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാം ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ഇടപാടുകളാണ് പ്രപ്പോസലിൽ ഒക്കെ ഉള്ളത്. ഈ ഒരു 10% അല്ലെങ്കിൽ 15% ലോക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല NGOസിന്. 10% NGO കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ 10 ലക്ഷം രൂപ ഒരു NGOയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 10% NGOയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഒരൊറ്റ NGO പോലും ഈ 10% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കരുത്തില്ല, കഴിയില്ല. ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഏത് NGOയ്ക്ക് തനതായ ഫണ്ട് ഉപയോഗിച്ച് ഈ പറഞ്ഞ രീതിയിൽ പഞ്ചായത്ത് നീഡ്സ് അസസ്മെൻറ്റ് സ്റ്റഡി നടത്താനായിട്ട് പഞ്ചായത്തിന് ഫണ്ട്സ് വിനിയോഗിക്കാൻ പറ്റുമോ? ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാർ ഒബ്ജക്റ്റ് ചെയ്യില്ലേ? അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. പിന്നെ പഞ്ചായത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെല്ലാം നമുക്ക് ഫണ്ട്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇപ്പോൾ കേരളത്തിൽ ധാരാളം NGOs ഉണ്ടെങ്കിലും പലതും പേപ്പർ സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് താഴെപ്പട്ടിണിയാണ് പല NGOസിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഇങ്ങനെ ബ്രൗസ് ചെയ്യാണ് ഏത് ഏജൻസിയിൽ എവിടെ പ്രോജക്റ്റ് എഴുതി കൊടുത്താൽ ഫണ്ട്സ് കിട്ടുമെന്ന് പറഞ്ഞിങ്ങനെ പഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന NGOസൊന്നും ഈ പാർട്ട്ണർഷിപ്പിൽ സ്ഥാനമില്ല. അങ്ങനെയൊക്കെ ഇങ്ങോട്ട് അയച്ചു പറക്കി മാറ്റി നിർത്താനായിട്ട് കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്ന സെമിനാറിൽ ഒക്കെ നോക്കിയപ്പോൾ ഒരു 70-80 NGOs വേണമെങ്കിൽ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗസ്ഥനാണ്, ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ 4ാമത്തെ ഗ്രൂപ്പിൻ്റെ ഒരു ചർച്ചയുടെ ഒരു ടീമിലുണ്ടായിരുന്നു. ഒന്ന്, NGOസിൻ്റെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരു കോടിയല്ല ഉടൻ തന്നെ 18 കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ കൃഷിയോട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിലുള്ളതാണ്. അതിനകത്ത് NGO റോള് വളരെ സന്നിഹിതം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എനിക്ക് പറയാനുള്ളത്, ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുകൂടെ കൂടെ ഉണ്ടെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ NGOസിനെ വിളിച്ച് ആരെങ്കിലും കൊണ്ടുപോയി സീറ്റ് ഇരുത്തും എന്ന് ധരിക്കുന്നത് നല്ലതാണെങ്കിലും പലപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരള വികസനം വരും NGOയുടെ ഒരു സിഗ്നിഫിക്കൻസും അവനവരുടെ രാഷ്ട്രീയ കഴിവും വ്യക്തിപരമായ കഴിവും ഒക്കെ പ്രയോഗിച്ചാൽ NGOയ്ക്ക് നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എത്ര NGOമാരെ അറിയേണ്ട കാര്യമാണ് ഇത്. നമ്മുടെ ഒരു 2, നമ്മൾ NGO പ്രവർത്തനത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ 2 കാര്യമുണ്ട്. സാമൂഹിക പ്രവർത്തനം വരുന്നുണ്ട്. അതിൽ ഇവർ തന്നെ കുറച്ച് പേർക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വരുമാനം വരുന്നുണ്ട്. കുറച്ച് സംഘടനകൾ നിലനിൽപ്പുണ്ട്. ഒരു ഇതിൽ പോകണമെന്നുള്ളത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട്
ഫണ്ടിനെ കുറിച്ചും സാറ് പറഞ്ഞു. നന്നായിട്ട് പ്രവർത്തിക്കുന്ന NGOയ്ക്ക് ഫണ്ട് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഫണ്ട് പലപ്പോഴും കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അധിക സമയം പറയുന്നില്ല. നമുക്ക് കുറഞ്ഞ പക്ഷം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചിലപ്പോൾ ഒരു വളരെ ചെറിയ NGO പോലെ ഗ്രേഡ് തിരിച്ചുകൊണ്ട് ഒരു കൺസോർഷ്യം മറ്റും ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. പത്തനംതിട്ട ഇതിനു വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള അവസാനമുണ്ടല്ലോ, ചുമ്മാ ഇരുന്ന് നമ്മൾ അവരുടെ പേര് ഇവരുടെ പേര് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വന്നൊരു പ്രോബ്ലം കൂടെ എന്താണെന്ന് വെച്ചാൽ ഫോൺ നമ്പർ നമുക്ക് അറിയാവുന്ന കുറിച്ച് വരും. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് 2-3 ദിവസം മുൻപാണ് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. എങ്കിലും കാര്യങ്ങൾ വിസ്തരിച്ചപ്പോൾ യാതൊരു ഒഴിവുകളും പറയാതെ വരാമെന്ന് സമ്മതിക്കുകയും സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വിഭാഗത്തിലെ ഫാക്കൽറ്റി മെമ്പറാണ് അദ്ദേഹം. അല്പം സമയത്തിനുള്ളിൽ എത്തുമെന്ന് ഫോണിൽ അറിയിച്ചിട്ടുണ്ട്. സഹോദരി സഹോദരനായ സുഹൃത്ത്, ഒരു സുദീർഘമായ പ്രസംഗത്തിന് രാവിലെ മുതൽ ഗഹനമായ ഒരു വിഷയത്തെപ്പറ്റി സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. NGOസിനെ സംബന്ധിച്ച് വളരെ വിവാദപരമായ പല ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫോറിൻ എയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വികസനത്തെ സംബന്ധിച്ചും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് വികസനം, എന്താണ് നിർവചനം, വികസനത്തെ പറ്റി ഉള്ള നിർവചനം എന്താണ്? അമർത്യ സെൻ പറയുന്നത് സ്വാതന്ത്ര്യമാണ് വികസനം എന്ന് പറയുന്നത്. നോബൽ പ്രൈസ് കിട്ടിയ അമർത്യ സെൻ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു എക്കണോമിസ്റ്റാണ്. മറ്റ് നിരവധി വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ്. തന്നെ ഒരു ശിശുവാണ്. അതുപോലെ ഇവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ ബാച്ച് കുട്ടികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ കോളേജ് സാമൂഹിക പ്രവർത്തന പരിശീലന രംഗത്ത് ഇതിൻ്റെ വിജയത്തിനായി പലരും പല ദിവസങ്ങളും അധ്വാനിച്ചിട്ടുണ്ട്. അവരെയെല്ലാം പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകളെ സംബന്ധിച്ച് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് അവരുടെ പ്രാദേശിക ആസൂത്രണത്തിലും പ്രാദേശിക വികസനത്തിലും വഹിക്കേണ്ട ഇവിടെ നടന്ന ചർച്ച ക്രോഡീകരിച്ച് ഇനിയും ഒരു അവതരണത്തിൽ അത് ഇവിടെ ഒരിക്കൽ കൂടി ക്രോഡീകരിച്ച രൂപം അവതരിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. SM വിജയൻ സാർ അവറുകളാണ്. സാറിനൂടെ ഇല്ല, പക്ഷേ സാറിൻ്റെ ആശയം സാറിൻ്റെ പ്രാർത്ഥനയും ഒത്തിരിയേറെ ഈ സെമിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് വിജയിച്ച വ്യക്തിയാണ് കേരള ആസൂത്രണ കമ്മീഷണർ ഡോക്ടർ KN ഹരിലാൽ സാർ. നമ്മുടെ തിരുവനന്തപുരം CDSന്റെ എക്കണോമിക്സ് വിഭാഗം ഫാക്കൽറ്റി കേരള ആസൂത്രണ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട പിള്ള സാറാണ്. ഞാൻ പിള്ള സാറുമായിട്ട് ഞാൻ ഒരു പക്ഷേ 20-25 തവണ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇതിനു വേണ്ടി സജീവ സാന്നിധ്യമായിരുന്നു. ഓരോ കാര്യങ്ങളിലും ഓരോ ഡയറക്ഷൻ തരാൻ കൃത്യമായി ഏതൊക്കെ രീതിയിൽ ഇതിന് മുന്നേറണം, ഈ പ്രോഗ്രാം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീർച്ചയായിട്ടും ചാലക്കുടി അവാർഡിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എന്ന് പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു ആശയം ഇവിടെ പ്രിൻസിപ്പൾസിന്റെ മുന്നിൽ വെച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പൾ അകമഴിഞ്ഞ പ്രോത്സാഹനം, വളരെയധികം പ്രോത്സാഹനം ഇതിനു വേണ്ടി നൽകി. ഏത് കാര്യത്തിനായാലും എല്ലാവരും വിളിക്കുന്നതിന് വേണ്ടി ജോസ് തെറ്റയിലുണ്ട്, അതേപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ട്, വാർഡ് കൗൺസിലുണ്ട്. അവർക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരുടെയും നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ സമാപന സമ്മേളനം ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ഒത്തിരിയേറെ ആശയങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഐസൻ സാർ നിങ്ങൾ എല്ലാവരുടെയും പേര് നന്ദി പറയുകയാണ്.
അതോടൊപ്പം ഞായറാഴ്ച മറ്റൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കിലായിരുന്നു. ഞങ്ങൾ അച്ഛൻ വരാൻ വേണ്ടി 8 10 തവണ അച്ഛനെ കോൺടാക്ട് ചെയ്തു. പിന്നെ അവസാനം അച്ഛനോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ചുരുങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുള്ള പലരും സംശയം പ്രകടിപ്പിച്ചു. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ എങ്ങനെയാണ് പ്രോഗ്രാം നടത്തുക? ഇതിനു വേണ്ടിയിട്ട് വരുന്ന കംപ്ലീറ്റ് പൈസയും കുട്ടികൾ തന്നെ മൊബൈലൈസ് ചെയ്ത് കണ്ടെത്തിയത്. ഇപ്പോൾ ഡീപോൾട്ട് സ്കൂൾ ഓഫ് സോഷ്യൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിന്റെ പേര് പ്രത്യേകിച്ച് സ്റ്റുഡന്റ് കോർഡിനേറ്റർക്കും അതിനെ അണിയറക്കും ജോലികൾക്കും നന്ദി പറഞ്ഞോളൂ.